ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മളിപ്പോൾ നിൽക്കുന്നത് ഹരിപ്പാട് റെയിൽവേ സ്റ്റേഷനിലാണ് കേട്ടോ. ഇവിടെ നമ്മൾ എറണാകുളത്തേക്ക് പോവാണ്. ഞങ്ങൾ എങ്ങോട്ടാണ് പോകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഗോവയ്ക്കൊരു ട്രിപ്പ് പോവാണ് കേട്ടോ. ഞാനും സുധീഷേട്ടനും മാത്രമേ ഉള്ളൂ. ഞങ്ങൾ ഒരുപാട് നാളത്തെ ആഗ്രഹവും അതിനപ്പുറം പ്ലാനിങ് പല സമയത്ത് നടന്നിട്ടുണ്ട്. പക്ഷേ എങ്കിൽ പോലും പ്ലാൻ ചെയ്യുന്നതല്ലാതെ കാര്യത്തിലോട്ട് എത്തുന്നില്ല. ഓരോ കാര്യങ്ങളൊക്കെ വന്ന് മുടങ്ങി പോയിട്ടേ ഉള്ളൂ കേട്ടോ. അങ്ങനെ ഞങ്ങൾ പെട്ടെന്നുള്ളൊരു പ്ലാനിങ് ആയിരുന്നു ഈ പോകാമെന്നുള്ളത്. എൻ്റെ ഒരു എക്സ്പീരിയൻസ് വെച്ചിട്ട് ഞാൻ പറയാം, ഞാൻ സാധാരണ പ്ലാൻ ചെയ്യുന്നതൊന്നും നടക്കാറില്ല കേട്ടോ. ഇത് ഞങ്ങൾ തലേദിവസം, അതായത് ഒരു സൺഡേ തീരുമാനിച്ച് മൺഡേ ഞങ്ങൾ പോവായിരുന്നു. ട്രെയിൻ ടിക്കറ്റോ കാര്യങ്ങളോ ഒന്നും ഞങ്ങൾ ബുക്ക് ചെയ്തിട്ടില്ലായിരുന്നു. ഇത് പെട്ടെന്നുള്ളൊരു ബുക്കിംഗ് ആയതുകൊണ്ട് തന്നെ നമ്മൾ ട്രെയിനിൽ തൽക്കാലം എടുത്തിട്ടാണ്. എറണാകുളത്തു നിന്നാണ് 1:30ക്കാണ് നമ്മുടെ ട്രെയിന്. അങ്ങനെ ഞങ്ങൾ എറണാകുളം എത്തി. ഇതാണ് നമ്മുടെ ട്രെയിന്. അങ്ങനെ സുധീഷ് ഏട്ടൻ പുറത്തുനിന്ന് ഏത്തക്കാപ്പമൊക്കെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ഞങ്ങൾ ട്രെയിനകത്ത് കയറി. 1:30ക്കാണ് ട്രെയിൻ. ഞങ്ങളൊരു 12:30 ആയപ്പോഴത്തേക്ക് കയറിയിരുന്നു. ഏത്തക്കാപ്പമൊക്കെ കഴിച്ചു. ഇവിടാണ് നമ്മളുടെ സീറ്റ് വരുന്നത്. നമ്മൾ ടോപ്പിലാണ്. താഴെയൊന്നും ആൾക്കാരില്ലാത്തത് കൊണ്ട് ഞങ്ങൾ ഇറങ്ങി ഇവിടെ ഇരുന്ന് ഓരോ കാര്യങ്ങളൊക്കെ പറഞ്ഞു. അങ്ങനെ നമ്മുടെ ട്രെയിൻ വിട്ട് തുടങ്ങിയേട്ടോ. എന്തെന്നില്ലാത്തൊരു സന്തോഷം. കാര്യം പോകുന്നത് ഗോവയിലേക്കാണല്ലോ. എല്ലാവരുടെയും ഡ്രീം ആണല്ലോ ഗോവയെന്ന് പറയുന്നത്. അങ്ങനെ ട്രെയിനൊക്കെ വിട്ട് തുടങ്ങി. ഞങ്ങളിങ്ങനെ ഭയങ്കര സന്തോഷത്തിലിരിക്കുകയാണ് കേട്ടോ. കുറേ സമയം ഇങ്ങനെ ഓരോ കാര്യങ്ങളൊക്കെ പറഞ്ഞ് ഇങ്ങനെ സ്ഥലങ്ങളൊക്കെ കണ്ടു. എനിക്കാണെങ്കിൽ നല്ലപോലെ ഉറക്കം വരുന്നുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ഞാൻ കുറച്ച് നേരം ഉറങ്ങിയൊക്കെ എണീറ്റ് കഴിഞ്ഞപ്പോഴത്തേക്കിനും ഞാൻ സുധീഷേട്ടനോട് ഇരുന്നൊരു മൂവിയൊക്കെ കണ്ട് അങ്ങനെ നല്ല നല്ല കാഴ്ചകളൊക്കെ കണ്ട് ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. പിന്നെ രാത്രിയായി. ആ സമയത്ത് പുറത്തുള്ള ലൈറ്റിങ്ങും കാര്യങ്ങളും എല്ലാം നല്ല അടിപൊളിയായിരുന്നു കേട്ടോ. എല്ലാം ഞങ്ങൾ എക്സ്പ്ലോർ ചെയ്തേ. രാത്രിയായപ്പം ട്രെയിനിൽ നിന്ന് തന്നെ നമ്മൾ ബിരിയാണി വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അത്യാവശ്യം നല്ല ബിരിയാണി ആയിരുന്നു. നല്ല പേടിയുണ്ടായിരുന്നു ട്രെയിനിനകത്തൊക്കെയുള്ള ഫുഡും കാര്യങ്ങളും എല്ലാം. കാരണം ഞങ്ങൾ പറഞ്ഞല്ലോ, നമ്മൾ നേരത്തെയുള്ള പ്ലാനിങ്ങോ കാര്യങ്ങളോ ഒന്നുമല്ല. അതുകൊണ്ട് തന്നെ ഒന്നും നമുക്ക് ബുക്ക് ചെയ്യാനോ എടുക്കാനോ ഒന്നും പറ്റിയിട്ടില്ല. അങ്ങനെ നമ്മുടെ ഗോവ എത്തിയിട്ടുണ്ട് കേട്ടോ. നമ്മൾ മഡ്ഗോണിലാണ് ഇറങ്ങിയത് കേട്ടോ.